നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ഥിരമായ വെടിനിർത്തലിന് പകരമായി ഗാസ മുനമ്പിലെ അധികാരം ഉപേക്ഷിക്കാനുള്ള ഈജിപ്തിന്റെ നിർദ്ദേശം തള്ളി ഹമാസും സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദും. ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങളാണ് വിവരം പുറത്തുവിട്ടത്. ഇസ്രായേലുമായുള്ള 11 ആഴ്ചത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 20,000-ലധികം ഫലസ്തീനികളെ പരാമർശിച്ചുകൊണ്ട് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ ഇസത്ത് അൽ റുഷ്ക് ഇറക്കിയ പ്രസ്താവനയിൽ ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ ചർച്ചകളൊന്നും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. നമ്മുടെ ജനതയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിനും കൂട്ടക്കൊലകൾക്കും താൽക്കാലികമല്ല, സമ്പൂർണ്ണമായ അന്ത്യമാണ് ഹമാസ് നേതൃത്വം അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കെയ്റോയിൽ ഈജിപ്ഷ്യൻ മധ്യസ്ഥരുമായി പ്രത്യേക ചർച്ചകൾ നടത്തുന്ന ഹമാസും ഇസ്ലാമിക് ജിഹാദും തെക്കൻ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിലും ഇളവുകൾ വാഗ്ദാനം ചെയ്യുന്നത് നിരസിച്ചതായും ഈജിപ്ഷ്യൻ വൃത്തങ്ങൾ അറിയിക്കുകയായിരുന്നു. അതേസമയം ഗാസയിൽ ഇസ്രായേൽ ക്രൂരത തുടരുകയാണ്. 250 പേരെയാണ് ഗാസയിൽ ഇന്നലെ മാത്രം ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. മരണസംഖ്യ 20,674-ഉം പരിക്കേറ്റവരുടെ എണ്ണം 54,536-മായി ഉയർന്നു. ബന്ദികളെ തിരിച്ചെത്തിക്കാൻ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി പ്രതിരോധ മന്ത്രി ബന്ധുക്കളെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ 70 പേരുൾപ്പെടെ ഇന്നലെ മാത്രം ഇസ്രായേൽ കൊന്നുതള്ളിയത്. ഖാൻ യൂനൂസ്, ജബാലിയ, റഫ എന്നിവിടങ്ങളിൽ വ്യാപക ആക്രമണമാണ് തുടരുന്നത്. നിരവധി താമസ കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രിയും ഇസ്രായേൽ ബോംബ് വർഷിച്ചു. ഗാസയുടെ കൂടുതൽ ഉൾഭാഗത്തേക്ക് കരയാക്രമണം വ്യാപിപ്പിക്കുമെന്ന് സൈന്യം അറിയിച്ചു. എത്ര നീണ്ടാലും ഹമാസിനെ തുരത്തി ബന്ദികളെ മടക്കിക്കൊണ്ടുവരുമെന്ന് യുദ്ധകാര്യമന്ത്രി സഭാംഗം ബെന്നി ഗാൻസ് പറഞ്ഞു. ബന്ദിമോചനത്തിന് പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളൽ പദ്ധതിയുണ്ടെന്ന് ലിഗുഡ് പാർട്ടി യോഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അഭയാർത്ഥികളായി ഇവരെ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ള രാജ്യങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലെന്നും നെതന്യാഹു പറഞ്ഞു. ഗാസയിൽ കഴിഞ്ഞ 4 ദിവസത്തിനിടെ 48 ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വ്യക്തമാക്കി. 3 ദിവസത്തിനിടെ 17 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിറിയൻ തലസ്ഥാനമായ ദമസ്കസിന് നേർക്ക് നടത്തിയ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഉപദേശകൻ സയ്യിദ് റാസിം മൂസവിയെ വധിച്ചതിനെ ന്യായീകരിച്ച് ഇസ്രായേൽ സൈന്യം പറയുന്നു. ലബനാൻ യുദ്ധത്തിൽ മികച്ച പ്രതിരോധമായിരിക്കും ഇതെന്ന് ഇസ്രായേൽ സൈനിക കമാൻഡർ വ്യക്തമാക്കി. എന്നാൽ കൊലയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. സിറിയയിൽ ഇറാൻ സൈന്യത്തിന്റെ വിപുലീകരണം അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാട് സ്വീകരിച്ചിരുന്ന ഇസ്രായേൽ പക്ഷേ സംഭവത്തോട് പ്രതികരിച്ചിട്ടില്ല. ദമാസ്കസിന് പ്രാന്തപ്രദേശത്ത് സൈനാബിയ ജില്ലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് റാസി മൗസവി കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. മിസൈൽ ആക്രമണമാണ് ഉണ്ടായതെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ഇറാന്റെ പ്രത്യാക്രമണ സാധ്യത മുൻനിർത്തി തയ്യാറെടുക്കുന്നതായി ഇസ്രായേൽ സൈന്യം പറയുന്നു. എല്ലാ സാധ്യതകളും തുറന്നു കിടക്കുന്നതായി ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ചെങ്കടലിൽ യമൻ സുരക്ഷാ സേന ലക്ഷ്യം വയ്ക്കാത്ത മറ്റു കപ്പലുകൾ ഭയപ്പെടേണ്ടതില്ലെന്നും ഹൂതികൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.